സ്റ്റീൽ വാളിനാണ് വെട്ടിയത്. CPM DYFI പ്രവർത്തകരും പ്ലസ് അതിന്റെ കൂടെ തന്നെയുള്ള കഞ്ചാവ് മാഫിയയുണ്ട്. എല്ലാവർക്കിട്ടും കിട്ടിയിട്ടുണ്ട്. 16 കുത്തിക്കെട്ടാണ്. ഭയാനകമായ അവസ്ഥയായിരുന്നു. കുഞ്ഞുങ്ങളും അമ്മയും ഇവരെല്ലാം ഭയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് 4 വാർഡ് ഓടുന്ന സ്ഥിതിയായിരുന്നു. കുറേ ആളുകൾ പെരയ്ക്കകത്ത് കയറി, കുറേ ആളുകൾ പെരയ്ക്ക് പുറത്ത് മതിൽ തകർത്തു, മതിൽ ഗേറ്റ് തകർത്തു. പോലീസ് വണ്ടി അവർ ഓട്ടോ ഇട്ട് ബ്ലോക്ക് ചെയ്തു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ CPIM DYFI പ്രവർത്തകർ വീട് കയറി BJP സ്ഥാനാർത്ഥിയെ ആക്രമിച്ചതായി പരാതി. കോട്ടയം കുറിച്ചിയിൽ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. BJP ജില്ലാ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള BR മഞ്ജീഷിനെയാണ് വീട് കയറി ആക്രമിച്ചത്. RSS നേതാവായിട്ടുള്ള G ശ്രീകുമാർ, BR മഞ്ജീഷ് അടക്കം 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ആളുകൾ നിലവിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വടിവാൾ അടക്കമുള്ള മാരകായുധങ്ങളുമായാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ 2 DYFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർഡിലെ ജയത്തെ സംബന്ധിച്ചും നമ്മുടെ എത്ര വോട്ട് കിട്ടുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രവർത്തകർ കൂടി ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മനോജ് എന്ന് പറയുന്ന പാർട്ടിയുടെ വാർഡ് ഇൻചാർജും കൂടി ആയിട്ടുള്ള ആളാണ്. മനോജിൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പ്രവർത്തകരിരുന്നാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 10 മണി 10:15 കൂടി ഈ നിഖിൽ എന്ന് പറയുന്ന DYFIയുടെ നേതാവായിട്ടുള്ള അയാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് അകാരണമായ തെറി വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞു. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞ് ഫോൺ നിർത്തി. അത് വീണ്ടും 2 മിനിറ്റിനകം വീണ്ടും ഫോൺ എടുത്തിട്ട് നീ എവിടെയാണ്. അന്നേരം ഞാൻ ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞു. ആ ഇന്നടത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഏതാണ്ട് 3 മിനിറ്റിനകത്ത് അവൻ അടുത്തവിടെ ഉണ്ടായിരുന്നു. 3 മിനിറ്റിനകത്ത് തന്നെ ആ വീട്ടിൽ അവൻ വന്നിട്ട് ഗേറ്റിൻ്റെ പുറത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തെറിവിളിയും ഭയങ്കര ബഹളം. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് തള്ളി തുറന്ന് അകത്തോട്ട് കയറി വന്നു. അപ്പോഴത്തേന് ഞങ്ങൾ സ്വാഭാവികമായി ഞങ്ങൾ 3 പ്രവർത്തകരുണ്ട്. ഞങ്ങൾ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് അവൻ എന്നെ അടിച്ച് എന്നെയും കൊണ്ട് താഴെ വീണു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള പ്രവർത്തകർ പെട്ടെന്ന് അവനെ പിടിച്ച് മാറ്റിയിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് കള്ളാണ്. അവന് ഭയങ്കരമായ മദ്യമാണ്. പിന്നെ മുരളി സാറിനെതിരെ നീ നിൽക്കാറായില്ലടാ, നീ മുരളി സാറിനെതിരെ നിൽക്കും, നിനക്ക് 250 വോട്ട് ഞങ്ങൾ നിന്നെ തോപ്പിക്കും, 250 വോട്ടിന് CPM നിന്നെ തോപ്പിക്കും, 13-ാം തീയതി നിന്നെ തീർക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇവൻ്റെ ഈ സംഭവങ്ങളെല്ലാം, ഇവൻ ഈ പെരുമാറ്റങ്ങളെല്ലാം നടത്തിക്കൊണ്ട്. മുരളി സാർ ആരാണ്? CPM നേതാവാണോ? CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. എനിക്കെതിരെ 8-ാം വാർഡിൽ മത്സരിച്ച ആളാണ്. അപ്പം 8-ൽ 2015 മത്സരിച്ചതാണ്. അപ്പോൾ ഈ മുരളി സാർ ലോക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എനിക്കെതിരെ പ്രവർത്തനങ്ങൾ നടന്നത്. പക്ഷേ അന്ന് 97 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. ഇതിൽ 2020 തൊട്ടടുത്ത 9-ാം വാർഡിൽ ഞാൻ മത്സരിക്കുമ്പോൾ കൃത്യമായിട്ട് 300 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ ജനങ്ങൾ ജയിപ്പിച്ചു. 2025 എത്തിയപ്പോൾ എന്നെ തോൽപ്പിക്കാൻ ഇവർക്ക് മറ്റാരുമില്ല എന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ മുരളി സാറിനെ അവർ സ്ഥാനാർത്ഥിയാക്കി. ഇപ്പോൾ അങ്ങനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് മാറി ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടിയുടെ. അപ്പോൾ അങ്ങനെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പുള്ളിയെ മത്സരിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ മറ്റൊരു കഥ പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ജയിച്ച പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പം മെമ്പറിനെ, ഒരു സാധാ മെമ്പറായ മഞ്ജീഷിനെ അവിടെ സൃഷ്ടിക്കണോ അതോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ മുരളി സാറിനെ ജയിപ്പിക്കണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. അവർ വീട് കയറി ആക്രമിക്കുന്നതിന് ആദ്യം ഇതുപോലെ ഒറ്റയ്ക്ക് എന്നെ ആക്രമിച്ചു. അതിനെ തുടർന്ന് ഇവനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബ വീട്ടിൽ. എൻ്റെ അനിയൻ, അമ്മ, അവൻ്റെ ഭാര്യ, 2 മക്കൾ, അവർ 4-ൽ പഠിക്കുന്ന കുട്ടി, 8-ൽ പഠിക്കുന്ന കുട്ടി. ആ വീട്ടിൽ കടന്ന് ചെന്ന് ജനൽ എറിഞ്ഞു പൊട്ടിച്ച്, ഇവൻ ഒറ്റയ്ക്ക് ജനൽ എറിഞ്ഞു പൊട്ടിച്ച്. അപ്പോൾ അനിയൻ ഇറങ്ങി വന്നപ്പോൾ അനിയനുമായിട്ട് ഉണ്ടക്കരണം പിടിച്ച് വരയ്ക്കകത്ത് കയറി അതിനകത്തുള്ള സാമഗ്രികളെല്ലാം തകർത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവരിലൊക്കത്തുള്ള ആളുകൾ വന്ന് പിടിച്ചവനെ ഒഴിവാക്കി കൊണ്ടുപോയി. ഇതറിഞ്ഞ് ആശുപത്രി പോകാൻ നിന്ന ഞാൻ അവിടെ ചെല്ലുക. അപ്പം എൻ്റെ കൂടെ 2 സഹപ്രവർത്തകരുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മറ്റു ചില നമ്മുടെ ഈ വിവരം അറിഞ്ഞ നമ്മുടെ 1-2 സഹപ്രവർത്തകർ, അങ്ങനെയാണ് ഈ വെട്ട് കിട്ടിയ ശ്രീകുമാർ അവിടെ ഈ വിവരം അറിഞ്ഞെത്തുന്നത്. 4-5 പ്രവർത്തകരാണ് ഞങ്ങളവിടെ ഉള്ളത്. ആ 4-5 പ്രവർത്തകരുമായി നമ്മൾ ഈ പോലീസിനെ വിളിച്ചു. പോലീസ് വരാൻ കാത്തിരിക്കുക, ഇപ്പം വരാമെന്ന് പോലീസ് പറഞ്ഞു. 10:30 10:45 ആയപ്പോഴാണ് പോലീസിനെ വിളിക്കുന്നത്. പോലീസ് വരാൻ കാത്തിരിക്കുന്ന സമയം 12:30 1 മണിയായി. ഈ സമയം അവരുടെ മെയിൻ ആൾ, അതായത് മന്ത്രി വാസവൻ്റെ PA ഉണ്ട്, ഞങ്ങളുടെ നാട്ടുകാരൻ പത്മകുമാർ സാറ്, അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് പ്രസിഡൻ്റാണ്, ബാങ്ക് പ്രസിഡൻ്റാണ് അദ്ദേഹം, അനിൽകുമാർ സാർ വന്നു. ഇവർ 2 പേരും കൂടെ ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും ഇവരുടെ ഈ 50ഓളം 60ഓളം വരുന്ന, എത്രയാണെന്ന് എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള എല്ലാ മദ്യപന്മാരാണ്, കഞ്ചാവായിരിക്കും. അവർക്ക് ലക്കും ലഗാലും ഇല്ല, അവർക്ക് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് ബോധ്യമില്ല. ആ വിധത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട ആളുകൾ വന്ന് ഞങ്ങൾക്ക് നേരെ ആക്രോശിക്കുകയും ഞങ്ങൾ 5-6 പേരുടെ അടുത്തേക്ക് ഇവരുമായി കടന്നു വന്നാണ്. ഈ അനിൽകുമാർ സാറിൻ്റെ മകൻ വരെ ആ കൂട്ടത്തിലുണ്ട്. CPM DYFI പ്രവർത്തകരും പ്ലസ് അതിൻ്റെ കൂടെ തന്നെയുള്ള കഞ്ചാവ് മാഫിയയുണ്ട്. കാരണം CPMൻ്റെ മുൻകാല പ്രവർത്തകരായ കഞ്ചാവ് വിൽപ്പനക്കാരായിട്ടുള്ള ആളുകൾ വരെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഞാനടക്കം ശ്രീകുമാർ, അതുപോലെ മനോജ്,
ഞങ്ങൾ 3 പേരാണ് അകാരണമായ മർദ്ദനം ഏറ്റുവാങ്ങി. എല്ലാവർക്കിട്ടും കിട്ടിയിട്ടുണ്ട്. 4-5 പേരുണ്ടായിരുന്നവർക്ക് എല്ലാം അടിയും ചവിട്ടും തൊഴിയൊക്കെ കിട്ടിയിട്ടുണ്ട്. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. 16 കുത്തിക്കെട്ടാണ്. വാളിനാണ് വെട്ടിയിരിക്കുന്നത്. വാളിന്, സ്റ്റീൽ വാളിനാണ് വെട്ടിയത്. അപ്പോൾ എത്ര ആസൂത്രിതമാണെന്ന് ഓർത്ത് വയ്ക്കും. വന്നവരുടെ കയ്യിലെല്ലാം ഇരുമ്പ് പടി, ദണ്ഡ്, അങ്ങനെയുള്ള മാരകായുധങ്ങൾ മാത്രം, ഇടിക്കട്ടയൊക്കെ ഉണ്ട്. അത് മനോജിനെ നിലത്തിട്ട് ചവിട്ടുകാരും കമ്പിപടിക്ക് അടിച്ച് തല ഇപ്പോഴും ഇത്രയും മണിക്കൂറായില്ലേ ഇപ്പോഴും തിണർത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ മാരകമായ ആക്രമണം അഴിച്ചുവിട്ട് ഒരു അരമണിക്കൂർ നേരം ഭയാനകമായ അവസ്ഥയായിരുന്നു. കുഞ്ഞുങ്ങളും അമ്മയും ഇവരെല്ലാം ഭയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് 4 വാട് ഓടുന്ന സ്ഥിതിയായിരുന്നു. പുറത്തോട്ടിറങ്ങാൻ മേല. ഇവന്മാർ മുറ്റത്തുനിന്ന് വന്ന് കുറേ ആളുകൾ പെരയ്ക്കകത്ത് കയറി, കുറേ ആളുകൾ പെരയ്ക്ക് പുറത്ത് മതിൽ ഗേറ്റ് തകർത്തു, വീടിൻ്റെ ജനൽ തകർത്തു. അങ്ങനെ ചെയ്യാവുന്ന ശോഭകേടുകളൊക്കെ ആ ചെറിയ സമയം കൊണ്ട് അവന്മാർ അഴിച്ചു വിട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രീകുമാറിൻ്റെ കഴുത്തിൽ മാലയുണ്ടായിരുന്നു 2 പവൻ്റെ, അതും ഈ കൂട്ടത്തിൽ അപഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവം അത് ഇവർ ടാർഗറ്റഡ് പ്രോഗ്രാമാണ്, എനിക്കെതിരെ ചെയ്ത ടാർഗറ്റഡ് പ്രോഗ്രാമാണ്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നതായിട്ട് കേൾക്കുന്നു അത് വ്യക്തിവൈരാഗ്യമാണ്, അതല്ലാതെ രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ മെമ്പറാണ്. അതേപോലെ തന്നെ അതിനു മുമ്പ് RSSൻ്റെ ചുമതല ഞാൻ നിർവഹിച്ചിട്ടുള്ള ആളാണ്. ഈ വിഷയം ഉണ്ടായി തീർന്ന സമയത്ത് പോലീസ് എത്തിയോ? പോലീസ് ഈ വിഷയം ഉണ്ടായി അടിച്ച് ഞങ്ങളെല്ലാം വശപ്പെടുത്തി ഇവന്മാർ കുറേശ്ശെയായിട്ട് പിൻവാങ്ങുന്ന സമയത്താണ് പോലീസ് എത്തുന്നത്. പോലീസ് വന്നപ്പം ഇവന്മാർ പെട്ടെന്ന് മാറി. ഞങ്ങളുടെ അവിടുന്ന് ഒരു 100 മീറ്റർ അകലെയാണ് ഇവൻ്റെ വീട്, 100-150 മീറ്റർ മാക്സിമം. അവിടേക്ക് പോലീസ് ചെന്നു. അവന്മാരെല്ലാം അവിടെ ഉണ്ട്, ഒരു ഭയവും ഇല്ലാതെ അവന്മാരെല്ലാം അവിടെ ഉണ്ട്. മാത്രമല്ല പോലീസ് വണ്ടി അവർ ഓട്ടോ ഇട്ട് ബ്ലോക്ക് ചെയ്തു. ഇവരുടെ ഒരു കാറ്, ആ കാറിൻ്റെ പുറകിൽ ഒരു ഓട്ടോയും ഇട്ട് ഈ പോലീസ് വാഹനം ബ്ലോക്ക് ചെയ്തു. പോലീസ് എന്തായാലും 3-3:30 ഈ ജില്ലാ ആശുപത്രിയിൽ പോലീസ് വന്ന് ഞങ്ങളുടെ മൊഴിയെല്ലാം എടുത്തിരുന്നു. അപ്പോൾ പോലീസ് അനുഭാവപൂർവ്വമാണ് പറഞ്ഞത്. ഒരു കാരണവശാലും പോലീസ് ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല, ഈ ഉണ്ടായത് കൊലപാതക ശ്രമം തന്നെയാണ്. അപ്പോൾ കൊലപാതക ശ്രമം എന്ന നിലയ്ക്ക് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പിട്ട് കേസെടുക്കുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളതിന് അനുഭവത്തിലേ നമുക്കറിയാൻ പറ്റൂ. എന്തായിരുന്നാലും ഇത് ടാർഗറ്റഡ് പ്രോഗ്രാമാണ്. കാരണം ഇവരുടെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ സംഭവങ്ങൾ നടത്തിയിരിക്കുന്നത്.